തികച്ചും യാദൃച്ഛികമായ ഒരു യാത്രയായിരുന്നു അത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിൻ്റെ ഭാഗമായ കാവാലത്തേക്ക് ഒരു യാത്ര. കാവാലം മലയാളത്തിലെ പ്രശസ്തരായ ചില വ്യക്തികളുടെ പേരിനോടൊപ്പം മാത്രം കേട്ടു പരിചയമുള്ള ഒരു സ്ഥലം, കുട്ടനാടിൻ്റെ ഭാഗമായ ഒരു സ്ഥലം. അങ്ങനെ വളരെ പരിമിതമായ ചില അറിവുകൾ മാത്രമേ കുട്ടനാടിനെക്കുറിച്ചും കാവാലത്തെക്കുറിച്ചും എനിക്ക് അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നട്ടുച്ച നേരത്ത് ഞാൻ കാവാലത്തെത്തുന്നു. കൃത്യമായി പറഞ്ഞാൽ കാവാലത്തിൻ്റെ ഭാഗമായ തട്ടാശ്ശേരിയിൽ. അതൊരു ബോട്ട് ജെട്ടിയായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഒരാളെ കണ്ടുമുട്ടുന്നു. അദ്ദേഹവുമായി വളരെ നല്ല സൗഹൃദം സ്ഥാപിക്കുന്നു. അങ്ങനെ എൻ്റെ വരവിൻ്റെ ഉദ്ദേശം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. വെറുതെ ഈ നാട് കാണാൻ ഇറങ്ങിയതാണ് എന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് ഈ നാടിനെക്കുറിച്ച്, ഈ കാവാലത്തെക്കുറിച്ച് എന്തറിയാം? ഞങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യനായിരുന്ന ഒരു മുരിക്കനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കായൽ രാജാവ് എന്ന് വിളിപ്പേരുള്ള മുരിക്കമൂട്ടിൽ ഔദച്ചൻ, മുരിക്കമൂട്ടിൽ ജോസഫിനെ നിങ്ങൾക്കറിയുമോ? സത്യത്തിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു. കുട്ടനാടിനെക്കുറിച്ചോ ഈ പറയുന്ന മനുഷ്യനെക്കുറിച്ചോ കാവാലത്തെക്കുറിച്ചോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം കുറേയേറെ നേരെ സംസാരത്തിനിടയിൽ ആ നാടിൻ്റെ ചരിത്രം, കൃത്യമായി പറഞ്ഞാൽ കുട്ടനാടിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ നെല്ലറ എന്ന വിളിക്കപ്പെടുന്ന കുട്ടനാടിനെ കേരളത്തിൻ്റെ നെല്ലറയാക്കി മാറ്റിയ ഒരു മഹാമനുഷ്യനെക്കുറിച്ചുള്ള ചരിത്രം എനിക്ക് മുന്നിൽ തുറന്നിടുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രാജ്യം കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന സമയം. രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തി വീഴുമോ എന്ന ആശങ്കയിലായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ. രാജ്യത്തെയും ജനങ്ങളെയും പട്ടിണിയുടെ വക്കിൽ നിന്ന് എങ്ങനെ കരകയറ്റി എടുക്കാനാകുമെന്ന ആലോചനയിലായിരുന്നു അദ്ദേഹം. ഈ നേരത്താണ് കാവാലംകാരനായ ഒരാൾ രാജാവിനെ മുഖം കാണിക്കാൻ എത്തുന്നത്. രാജാവിന് മുന്നിലെത്തി അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, അങ്ങ് എനിക്ക് അനുവാദം തന്നാൽ രാജ്യത്തെയും ജനങ്ങളെയും പട്ടിണിയുടെ വക്കിൽ നിന്ന് കരകയറ്റിയെടുക്കാനുള്ള പരിഹാര മാർഗം ഞാൻ നടപ്പിലാക്കി കാട്ടിത്തരാം. ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള ആ മനുഷ്യൻ്റെ പരിഹാര മാർഗം രാജാവ് അതീവ ശ്രദ്ധയോടെ കേട്ടു. പിന്നീട് തെല്ലൊരാലോചന പോലുമില്ലാതെ അദ്ദേഹത്തിന് ആ പദ്ധതി നടപ്പിലാക്കാനുള്ള അനുവാദവും കൊടുത്തു. രാജാവിൻ്റെ അനുവാദം ലഭിച്ച ശേഷം മുരിക്കമൂട്ടിൽ ഔദച്ചൻ എന്ന മുരിക്കൻ ജോസഫ് തൻ്റെ തൊഴിലാളികളുമായി കുട്ടനാട്ടിലെ കടൽ പോലെ പരന്നു കിടക്കുകയായിരുന്ന കായൽ പരപ്പിലേക്ക് ഇറങ്ങിച്ചെന്നു. ഏകദേശം 2000-ലധികം ഏക്കറോളം വരുന്ന കായലിൽ അദ്ദേഹം നിരനിരയായി തെങ്ങിൻ കുറ്റികൾ സ്ഥാപിച്ചു. പിന്നീട് മുളയുടെ ചെറ്റ കൊണ്ട് വേലി കെട്ടി അതിലേക്ക് കടൽ മണ്ണും ചെളിയും കട്ടയും നിറച്ച് ചിറയുണ്ടാക്കി. പിന്നീട് അതിനുശേഷം അതിനുള്ളിലുണ്ടായിരുന്ന വെള്ളം അന്നത്തെ കാലത്ത് ആവി കൊണ്ട് മാത്രം പ്രവർത്തിക്കാമായിരുന്ന യന്ത്രം ഉപയോഗിച്ച് വെള്ളം വറ്റിച്ചു. അങ്ങനെ കൃഷിക്ക് അനുയോജ്യമായ കൃഷിയിടമാക്കി മാറ്റി ആ കായൽ പരപ്പ്. അവിടെ പിന്നെ കൃഷി ഇറക്കി 100 മേനി കൊയ്തെടുക്കാനുള്ള വിജയമായിരുന്നു അത്. അങ്ങനെ ആ അധ്യായം ചരിത്രത്തിൻ്റെ ഭാഗമായി. മുരിക്കമൂട്ടിൽ ഔദച്ചൻ എന്ന മുരിക്കൻ ജോസഫ് കുട്ടനാട്ടുകാരുടെ കായൽ രാജാവായി. കുട്ടനാടിനെ അദ്ദേഹം കേരളത്തിൻ്റെ ഒരു നെല്ലറയാക്കി മാറ്റി. ഏകദേശം 3 പതിറ്റാണ്ടോളം മുരിക്കൻ ആ കൃഷിയിടത്തിൽ കൃഷി ഇറക്കി. അതെല്ലാം പരിപൂർണ വിജയവുമായിരുന്നു. വിചിത്രമായ ഈ കൃഷിരീതി നേരിട്ട് കാണുവാൻ വേണ്ടി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തൻ്റെ കൊച്ചുമകളായ ഇന്ദിരാഗാന്ധിയുമൊത്ത് കുട്ടനാട്ടിലെത്തി. ബോട്ടിലൂടെ സഞ്ചരിച്ച് മുരിക്കൻ്റെ കൃഷിരീതികൾ നേരിട്ട് കണ്ടു. അദ്ദേഹത്തെ പ്രശംസിച്ചു. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ മുരിക്കൻ കുട്ടനാട്ടിലെ തൊഴിലാളികൾക്ക് അപ്രിയനായ മുതലാളിയായി മാറി. തൊഴിലാളികൾക്ക് കൂലി കൂട്ടി കൊടുക്കുന്നില്ല എന്നതായിരുന്നു മുരിക്കൻ്റെ മേലുള്ള ആരോപണം. അങ്ങനെ തൊഴിലാളികൾ മുരിക്കനെതിരെ അണിനിരക്കാൻ തുടങ്ങി. കുട്ടനാട്ടിലെ തൊഴിലാളികൾ മുരിക്കനെതിരെ അണിനിരക്കുന്നതിനിടയിലായിരുന്നു അന്നത്തെ സർക്കാർ രാജ്യരക്ഷാ നിയമപ്രകാരം മുരിക്കൻ്റെ പേരിലുണ്ടായിരുന്ന മുഴുവൻ പാടശേഖരങ്ങളും കണ്ടുകെട്ടിയത്. അത് മുരിക്കൻ്റെ സ്വപ്നങ്ങൾക്ക് മേലുള്ള ഒരു കണ്ടുകെട്ടൽ കൂടിയായിരുന്നു. അതോടെ മുരിക്കൻ മാനസികമായി തളർന്നു. മുരിക്കൻ ഏറെ പ്രിയപ്പെട്ട ഒരു ബോട്ടുണ്ടായിരുന്നു, ഭാര്യയുടെ പേരിലുള്ള ഒരു ബോട്ട്. ഏലിയാസ് എന്നായിരുന്നു ആ ബോട്ടിൻ്റെ പേര്. അതിൽ കയറി കുട്ടനാട്ടിലെ കായൽ പരപ്പിലൂടെ നിരന്തരം സഞ്ചരിക്കുന്നത് മുരിക്കൻ്റെ ഒരു പതിവായിരുന്നു. സ്വന്തം ബുദ്ധിയും നേതൃപാടവും കൊണ്ടുണ്ടാക്കിയ നെൽപ്പാടങ്ങളെല്ലാം സർക്കാർ
കണ്ടുകെട്ടിയതോർത്ത് വിഷമിച്ച മുരിക്കൻ സ്വന്തം ബോട്ടിൽ കയറി ഒരിക്കൽ കൂടി ആ നെൽപ്പാടങ്ങളെല്ലാം നോക്കിക്കണ്ടു. അതിനുശേഷം അദ്ദേഹം യാത്രയായി, ആ നാട്ടിൽ നിന്ന് തന്നെ. തിരുവനന്തപുരത്തുള്ള സ്വന്തം മകൻ്റെ വീട്ടിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ അവസാന കാലം. അങ്ങനെ 72-ാം വയസ്സിൽ മുരിക്കൻ ഈ ലോകത്തോട് തന്നെ യാത്ര പറഞ്ഞു. ഇതാണ് മുരിക്കൻ്റെ ചരിത്രം. അങ്ങനെ കൗതുകവും നൊമ്പരവും തോന്നിക്കുന്ന മുരിക്കൻ്റെ ചരിത്രം ഞാൻ ആ വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കി. അറിഞ്ഞപ്പോൾ കൂടുതൽ അറിയണമെന്നുള്ളൊരു ആകാംക്ഷയും തോന്നി. അക്കാര്യം ഞാൻ എൻ്റെ ആ സുഹൃത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ മുരിക്കൻ്റെ വീട് കാട്ടിത്തരാം, ഇവിടെ അടുത്ത് തന്നെയാണ് മുരിക്കൻ്റെ വീട്. അങ്ങനെ ഞാൻ മുരിക്കൻ്റെ വീട്ടിലേക്ക് ചെന്നു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ദേ കണ്ടോ, ഈ വാതിലാണ് മുരിക്കമൂട്ടിലേക്കുള്ള വാതിൽ. ഞാനിതിൻ്റെ മുന്നിലുള്ള ഈ കടവിലാണ് വന്നിറങ്ങിയത്. ഗോപിച്ചേട്ടൻ എന്നെ ഇവിടെയാണ് ഇറക്കിയത്. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ വാതിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്, കണ്ടില്ലേ? പക്ഷേ എനിക്ക് വേറൊരു വഴിയിലൂടെ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റി. എന്തായാലും ഇപ്പം ഞാൻ നിൽക്കുന്നത് കുട്ടനാടിൻ്റെ ചരിത്രത്തിലേറെ പ്രാധാന്യമർഹിക്കുന്ന മുരിക്കമൂട്ടിൽ തറവാടിൻ്റെ മുറ്റത്താണ്. ഒരു കാലത്ത് പ്രതാപത്തിൻ്റെ പ്രതീകമായ ആ വീട് ദേ ഞാൻ നിങ്ങൾക്കായി കാട്ടിത്തരാം. കണ്ടോ, ഈ വീടിൻ്റെ മുറ്റത്തായിരുന്നു അനവധി തൊഴിലാളികളും അവരുടെ തൊഴിലിൻ്റെ പണിയായുധങ്ങളും പിന്നെ പലതരത്തിലുള്ള വിളവുകളുമൊക്കെ കൂന കൂട്ടിയിട്ടിരുന്നത്. ഒരുപാട് നെല്ലും തേങ്ങയും കയറുൽപ്പന്നങ്ങളും അങ്ങനെ പലതും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ദിവസവും 100-ൽ താഴെ ആൾക്കാർ എല്ലാ ദിവസവും ഈ വീടിൻ്റെ മുറ്റത്തുണ്ടാവും. ദേ ഈ കാണുന്നതാണ് മുരിക്കമൂട്ടിൽ അച്ചായൻ്റെ ഔദാച്ചായൻ്റെ റൂം. കണ്ടോ, ഇതൊന്ന് തുറന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ട്. പക്ഷേ തുറക്കാൻ കീയോ ആളോ ഇപ്പം എൻ്റെ കൂടെ ഇല്ല. ഇല്ലായ്മയുടെ കാലത്ത് നമുക്കുണ്ട് എന്ന് തെളിയിച്ച ഒരു മഹാമനുഷ്യൻ്റെ വീടാണിത്. സത്യത്തിൽ ഇതൊരു ചരിത്ര സ്മാരകം തന്നെയാണ്, ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ കൂടിയാണ്. കണ്ടോ, അതിൻ്റെ മുകളിലൊക്കെ കുറേ മുറികളുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും എനിക്ക് കയറാൻ പറ്റിയില്ല. അത് തുറന്നു കിട്ടിയെങ്കിൽ അതിനകത്തൂടെ അകത്തേക്ക് കയറാൻ പറ്റൂ. ഈ വീടിൻ്റെ ചുറ്റുപാടെന്ന് പറയുന്നത് ഈ കണ്ട ആൾക്കാരെല്ലാം ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഈ കായലും ഈ തറണ്ട് 7.5 പള്ളി പണിത ആളാണ്. ഒരു പള്ളിയിലും ചായനെ അടക്കാൻ പറ്റിയിട്ടില്ല. ചിത്തിര, റാണി, മാർത്താണ്ഡ ഈ കായലിലൊക്കെ പള്ളി പണിത്, ഈ കാവാലത്ത് ആശ്രമം പള്ളിയൊക്കെ പണിത് മുരിക്കനാണ്. എന്നും ആൾക്കാരാണ് ഈ മുറ്റത്ത്. അതായത് നെല്ല് മേടിക്കാനായിട്ടും പണിക്കൂലി മേടിക്കാനായിട്ടും ഒക്കെ ആൾക്കാർ വരും. ഒരുപാട് വള്ളങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ തോട് നിറച്ചെല്ലാം കിടക്കും. 100-150 പശുക്കളോളം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഈ ചുറ്റുപാടും കിടക്കുന്ന ആൾക്കാരെല്ലാം പാലും മോരും ഒക്കെ മേടിക്കുന്നത് ഇവിടുന്നൊക്കെയാണ്. അന്നൊന്നും ഞങ്ങളുടെ ഒന്നും വീടുകളിൽ പശുക്കളൊന്നും വളരെ ഞങ്ങൾക്ക് സ്ഥലമില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുന്നെന്ന്. ഇവിടം കൊണ്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞത്. ഇന്നിപ്പോൾ അവരെല്ലാം പോയി കഴിഞ്ഞപ്പം നമുക്ക് വേലയില്ല, കൂലിയില്ല, ആപ്പാടഗതികളിലാണ് കഴിയുന്നത്. അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഏലിയാസ് ബോട്ട് അമ്മ ഇതുവരെ കൊടുത്തിട്ടില്ലത് മക്കൾ. അത് അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഇട്ടിരിക്കുന്നു. അമ്മയെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പേരായിരുന്നോ? ഏലിയാമ്മ. നമ്മളങ്ങനെ വിളിക്കുകയല്ലോ. ആ ബോട്ട് ഇപ്പോഴും അപ്പുറത്ത്, ആ ബോട്ട് ഇപ്പോഴും ഉണ്ട് തറവാട്. അത് അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഇട്ടിരിക്കുക. അതാരും കൊടുത്തിട്ടില്ല, കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നൊക്കെ ഞങ്ങൾ വെറും മൈനറല്ലേ, കൊച്ചു കുട്ടികളാണ്. ഇവിടെ ആറ്റ് സൈഡിൽ ഒരുപാട് അന്നൊക്കെ കല്ലുകെട്ടൊന്നും ഇല്ല. പണ്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മുളയും ചെങ്ങാടങ്ങളും എല്ലാം കൊണ്ട് പള്ളിയുടെ അവിടം വരെ പഞ്ചായത്തിൻ്റെ അവിടം വരെയൊക്കെ ചെങ്ങാടങ്ങൾ കൊണ്ടിട്ട് ആൾക്കാരിവിടെ മുള തല്ലിപ്പൊട്ടി ചെറ്റയുണ്ടാക്കുന്ന പണികളൊക്കെ ആയിരുന്നു. കായലിലോട്ട് പണി പിടിച്ചു കഴിഞ്ഞാൽ 365 ദിവസവും ഇവിടെ പണിയാണ്. ഇവിടെ കൊണ്ടാണ് ഈ ആൾക്കാരെല്ലാം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ പറയുമ്പം ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇവിടെ അനേകം സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു തറവാടാണ്. അറിയാം, ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. കാവാലഞ്ചുണ്ടൻ, ഈ ഗാനം മറക്കുമോ, കരുമാടിക്കുട്ടൻ, ആമേൻ സിനിമ, അങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത് സത്യനെ, നസീറെ, റഹ്മാനെ,
ഒരുപാട് നടന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഷീല, ജയഭാരതി, ഇങ്ങനെ ഒരുപാട് നടികളൊക്കെ വന്ന് പോയ സ്ഥലങ്ങളാ. എന്തൊരു സുഖമാണെന്നറിയോ ഇവിടെ നിന്നപ്പോൾ. കാരണം നല്ല തണുത്ത കാറ്റ്, നല്ല തണൽ, ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ, കണ്ടില്ലേ? കണ്ടോ? തടി കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു പോർഷനാണിത്. ഇല്ലായ്മയുടെ കാലത്ത് നമുക്കുണ്ട് എന്ന് തെളിയിച്ച ഒരു മഹാമനുഷ്യൻ്റെ വീടാണിത്. സത്യത്തിൽ ഇതൊരു ചരിത്ര സ്മാരകം തന്നെയാണ്, ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ കൂടിയാണ്. ഇത് ഒരു സ്മാരകമായി തന്നെ നിലകൊള്ളേണ്ടുന്ന ഒരു വീട് തന്നെയാണ്. മുരിക്കൻ്റെ മക്കളും ബന്ധുക്കളുമൊക്കെ ആ പ്രദേശത്തും ദൂരദേശത്തുമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവരെക്കുറിച്ചുമൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. അപ്പോഴറിഞ്ഞ മറ്റൊരു കാര്യം, മുരിക്കൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ ഏറ്റവും പ്രായം കൂടിയ ഒരമ്മച്ചിയുണ്ട്. എനിക്ക് ആ അമ്മച്ചിയെ ഒന്ന് നേരിട്ട് കാണണമെന്ന് തോന്നി. അത് മറ്റൊന്നും കൊണ്ടല്ല, അമ്മച്ചിയാവുമ്പോൾ പഴയകാല കാര്യങ്ങളൊക്കെ കുറേ കൂടുതലായി അറിയാവുന്നൊരു വ്യക്തിയാണ്. അമ്മച്ചിയോട് തന്നെ വേണമല്ലോ ഇക്കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാൻ എന്ന് ഞാൻ കരുതി. അങ്ങനെ പിന്നീട് എൻ്റെ യാത്ര ചങ്ങനാശ്ശേരിയിലുള്ള ആ അമ്മച്ചിയുടെ വീട്ടിലേക്കായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. എൻ്റെ കൂടിയിരിക്കുന്ന ഈ അമ്മച്ചി കേരളത്തിൻ്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. ആ ചരിത്രവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ കൂടിയിരിക്കുന്ന അമ്മച്ചി. അതായത് മുരിക്കുമൂട്ടിൽ ജോസഫ് എന്ന് പറയുന്ന ഔദാച്ചായൻ്റെ മകൻ്റെ പത്നിയാണിത്. അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്, അമ്മച്ചിയുടെ പേരെന്താണ്, ഇങ്ങനെയുള്ള ഒരു കാര്യവും സത്യത്തിൽ ഞാനിവിടെ വന്നിട്ട് അമ്മച്ചിയോട് ചോദിച്ചില്ല. അതൊക്കെ നമുക്ക് ചോദിക്കാം. അതോടൊപ്പം തന്നെ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് അമ്മച്ചിയുടെ ഓർമ്മകളെ ഒന്ന് കൊണ്ടുപോകാം. അമ്മച്ചിയാവുമ്പോൾ നേരിട്ട് നമ്മളോട് ആ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ആധികാരികതയുണ്ടാവും. കേൾക്കുന്ന നമുക്ക്, കാണുന്ന നമുക്ക് കുറച്ചും കൂടി ഒരു ഉറപ്പ് കിട്ടും. അതുകൊണ്ട് അമ്മച്ചിയുമായി കുറച്ച് സമയം ചെലവഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. അമ്മച്ചി നമസ്കാരം. അമ്മച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ഏലമ്മ. ഏലമ്മ. അമ്മച്ചിയുടെ സ്ഥലം? എൻ്റെ സ്ഥലം എഴുപുന്ന. എഴുപുന്ന. പാറായില്ല എൻ്റെ വീട്ടു പേര്. ഞാനിവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് ചെവിയൊക്കെ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ചെവിക്ക് കുറവുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടെല്ലാം നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഞാനത് വെച്ചിട്ടുണ്ട്, ഇതെനിക്ക് വെച്ച് തന്ന്. ഞാൻ ബാംഗ്ലൂർ പോയിരുന്നു, അവിടെ വെച്ച് എനിക്ക് എൻ്റെ ഒരു മരുമകൻ ഇതെല്ലാം വെപ്പിച്ചു തന്നു. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം കാവാലത്ത് പോയിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ മനുഷ്യനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ഞാൻ അറിഞ്ഞത്. കായൽ രാജാവ്, അങ്ങനെ അതെ, അങ്ങനെയൊക്കെ ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞു. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ വായിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചറിയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. തീർച്ചയായിട്ടും അത് മതി. ഇപ്പം ഇവിടെ വന്നിട്ട് തന്നെ ഇപ്പോൾ 77-78 കൊല്ലത്തോളമായി. 1948 എൻ്റെ കല്യാണം. 1948. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് 19 വയസ്സ്. 19 വയസ്സ്. ഓക്കെ. അങ്ങനെ നേരെ ആ വീട്ടിലേക്കാണോ വരുന്നത്? അതെ അതെ. കാവാലത്തെ മുരിക്കുമൂട്ടിലോട്ടാണ് വരുന്നത്. അന്ന് എത്ര പേരുണ്ടായിരുന്നു ആ വീട്ടില്? അന്ന് ഒത്തിരി ജോലിക്കാരുടെ കളിയായിരുന്നു. കായലിലെ ജോലിക്കാരും വീട്ടിൽ തന്നെ ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് പെണ്ണുങ്ങളായിട്ടും ആണുങ്ങളായിട്ടും ഒക്കെ. ആ വീട്ടിൽ തന്നെയും ഒത്തിരി പണിയൊക്കെ ഉണ്ടായിരുന്നേ. കായലിലോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം അവിടെ വച്ചെല്ലാം, വെള്ളം വറ്റിക്കാനുള്ളത്, പിന്നെ അതിനുള്ള എല്ലാ സാധനങ്ങളും
അവിടെ വെച്ച് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് അങ്ങോട്ട്. അവർക്കൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം ഏതാണ്ട് തുടക്കത്തിൽ 500-ഓളം ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ. കായലിൽ പണിയുന്നവർക്ക് അങ്ങോട്ട് അരി സാധനങ്ങളും കൊടുത്തു വിടും. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ 10-100 പേരോളമൊക്കെ കാണും എല്ലാ ദിവസവും പണി. എല്ലാ ദിവസവും 100-ഓളം 100, 70, 80 ഒക്കെ കാണും. 10-60 പേര് കുറയല്ല. അപ്പൊ അവർക്കൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കഞ്ഞി വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് ഈ ജോലിക്ക് വരുന്നവരിൽ നിന്ന് 2-3 പേരെ മാറ്റിയെടുത്തു കഞ്ഞി വയ്ക്കാനും. അത് അരിയും കറി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് കൊടുക്കുക. എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും ഇല വെട്ടിക്കൊണ്ടുവന്നിട്ട് നീളത്തി വരാന്തയുണ്ട്. ആ വരാന്തയിലോട്ട് നീളത്തി ഇരുത്തിക്കൊണ്ടാണ് ഈ 100 പേർക്കും 100 എപ്പോഴും കാണുകയല്ല, എന്നാലും 10-60 പേരിൽ ഒരിക്കലും കുറയുകയല്ല. അത്രയ്ക്ക് എപ്പോഴും പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ കായലിലോട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കിയും ഒക്കെയാണ് ഒന്ന്. കൊല്ലന്മാരുണ്ട്, തട്ടാന്മാരല്ലാത്ത എല്ലാവരും ഉണ്ട്. കൊല്ലന്മാരും പിന്നെ അവിടെ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇഞ്ചിൻ്റെ പണി നടക്കുന്ന സ്ഥലങ്ങളും അതിനുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ താമസിക്കാൻ അവിടെ തന്നെ കുറച്ച് സ്ഥലമൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും പണിക്കാരുണ്ട്. ഞായറാഴ്ച ഈ കായലിൽ പണിയുന്നവരും എല്ലാവരും അവിടെ വരും. അപ്പോൾ അവർക്ക് കൂലി കൊടുക്കുന്നതും കൂലി അല്ലാതെ ഉണ്ടാവും മുൻപേർ കാശ് കടം മേടിക്കുന്നതും എല്ലാം അവിടെ അച്ചായനിരിക്കും. അച്ചായൻ അവിടെ ഇരുന്നിട്ട്, അച്ചായൻ എന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ ഭർത്താവിൻ്റെ അപ്പൻ. ശരി, അച്ചായനാണോ വിളിക്കുന്നത്? അച്ചായനാണ് വിളിക്കുന്നത്. ഞങ്ങളെല്ലാവരും അച്ചായനാണ് വിളിക്കുന്നത്. അതും അച്ചായനും അമ്മച്ചിയാണ്. അദ്ദേഹം എങ്ങനെയുള്ള ഒരാളായിരുന്നു? പലതും നല്ല ഒരു ദൈവഭക്തനായിരുന്ന ആള്. നല്ല എല്ലാവരോടും വളരെ കാര്യമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളോടൊക്കെ ആണെങ്കിലും കാര്യങ്ങൾ ഭക്ഷണമൊക്കെ ഞാനും ഒക്കെ വിളമ്പി ഞാൻ കൊടുക്കും. അതിനൊക്കെ ഒരു കുഴപ്പമില്ല. എല്ലാം നല്ല സ്വഭാവമായിരുന്നു. അമ്മച്ചി അവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് തന്നെ അമ്മച്ചി കേട്ടിട്ടുണ്ടാവുമല്ലോ ഇത്രയും വലിയൊരു വീട്ടില് ഇങ്ങനെ ഒരാളിന്റെ മരുമകളായിട്ട്. കേട്ടോ, ഒന്നും അറിയില്ല. എനിക്കൊന്നും അറിയാൻ മേല. പിന്നെ കല്യാണം ആയപ്പോഴത്തേക്കാണ് പിന്നെ വല്ലതൊക്കെ മനസ്സിലാക്കിയത്. അപ്പൊ അവിടെ ചെല്ലുമ്പം പേടി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പേടി വേറെ പേടിയൊന്നുമില്ല. എന്നാലും നമുക്ക് സാധാരണ 19 വയസ്സുള്ള എനിക്ക് എങ്ങനെയാവുമെന്നൊക്കെ ഉള്ളത്. അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ എന്തെങ്കിലും പേടി? കാരണം 19 വയസ്സെന്ന് പറയുന്നത് ഒന്നും അറിഞ്ഞൂടാത്തൊരു പ്രായമല്ലേ. ഇത്രയും വലിയൊരു വീട്ടില് ഇത്രയും ആൾക്കാരെയൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ടെൻഷൻ എന്ന് വേണമെങ്കിൽ. പക്ഷെ അതിന്റെ വിഷമം ഒന്ന് അമ്മ ഉണ്ടായിരുന്നോണ്ട്, അമ്മച്ചി ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരത്തിയൊക്കെ നോക്കുകയും പിന്നെ ജോലിക്കാരെല്ലാം നോക്കിക്കൊള്ളുമായിരുന്നു. അച്ചായനാണല്ലോ ഈ ചിത്തിരയും മാർത്താണ്ടേയും റാണിയും ഇച്ചായനാ കുത്തിച്ചത്. അപ്പൊ ഞാൻ വരുമ്പോഴത്തേക്കും ചിത്തിരയും മാർത്താണ്ടേയും റാണിയും കൃഷിയൊക്കെ ആയിരുന്നു. റാണിയായി എല്ലാവരും കൊടുക്കാം. ഞാൻ വന്നു കഴിഞ്ഞ് ഒരു മടവീഴ്ചയൊക്കെ അവിടെ ഉണ്ടായി. പിന്നെ ചിത്തിരയും മാർത്താണ്ടേയും റാണി അവിടെ കൊയ്ത്തുകാരൊക്കെ ചമ്പക്കുളം, കൈനഗിരി, ഞാൻ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊയ്ത്തുകാലമാകുമ്പം എല്ലാവരും അവിടെ താമസിക്കും. കായലിൽ തന്നെ താമസിക്കും. അവർക്ക് അതിന് താമസിക്കാനുള്ള ഷെഡൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ എല്ലാ ദിവസവും കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് വള്ളത്തെ വലിച്ച് കൊണ്ടുവരും. 3, 5, 10, 12 വെള്ളങ്ങളും ഒന്നിച്ചൊക്കെ 2 വള്ളത്തെ ബോട്ടിലായിട്ട് 2-3 ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു അന്നേരം. ഞായറാഴ്ച തോറും ഈ പണിക്കാരെല്ലാവരും വീട്ടിൽ കൂടും, ഞങ്ങളുടെ വീട്ടിൽ വരും. അന്നേരം ആഴ്ച 2 ദിവസമായിട്ടായിരുന്നു തോന്നുന്നത് ഇവർക്കൊക്കെ കൂലി കൊടുക്കുന്നത്. ബുധനും ഞായറും അങ്ങനെയാണ്. അപ്പം ഞായറാഴ്ച ഇവരെല്ലാം കൂലി മേടിക്കാനും മുൻപേർ പറ്റി മേടിക്കാനും ഒക്കെ ആയിട്ട് വരുമല്ലേ. ഞായറാഴ്ച ദിവസം വീടിൻ്റെ മുറ്റത്ത് മണ്ണ് ഉള്ളിട്ട താടികൾ അതുപോലെ ആൾക്കാരാണ്. ജോലിക്കാരോടൊന്നും ഒരു വഴക്കും പറയാത്ത വളരെ സൗമ്യനായിട്ടുള്ള ഒരു അച്ചായനായിരുന്നു. കഴിയുന്നതും ദേഷ്യപ്പെട്ടൊന്നും കാണുകയല്ല കേട്ടോ. അത്ര വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ജോലിക്കാരോട് പണിയെടുക്കുന്നവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുള്ളൂ. അല്ല, പുള്ളി വളരെ ശാന്തന.
അമ്മച്ചിയുടെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങൾ 5 പെണ്ണുങ്ങളാണല്ലോ, അതിൽ മൂത്തതാണ് ഞാൻ. എൻ്റെ അനിയത്തിമാരെ 5 പേരെയും കല്യാണമൊക്കെ കഴിഞ്ഞ് അത് 2 പേര് മരിച്ചുപോയി. ഈയിടെയാ 1 കൊല്ലം കഴിഞ്ഞേ ഉള്ള ഒരാൾ മരിച്ചിട്ട്. അങ്ങനെ ഭർത്താക്കന്മാരെല്ലാവരുടെയും മരിച്ചു. എൻ്റെ അനിയത്തിമാർ 2 പേരും മരിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഇന്ന് കാണുന്ന കാവാലം അല്ല അന്നത്തെ കാവാലം. അന്ന് കണ്ട കാവാലം എങ്ങനെ ഇരിക്കുകയായിരുന്നു? അമ്മച്ചിയുടെ ഒരു ഓർമ്മയിൽ നിന്ന് പറയാം. ഓർമ്മയിൽ എന്നാൽ വെള്ളം കാണാമെന്നല്ലാണ്ട് മൊത്തം വെള്ളമായിരുന്നു. എങ്ങോട്ട് ചുറ്റിലും വെള്ളമല്ലേ. എങ്ങോട്ട് പോന്ന് പള്ളിയിൽ പോണേലും കാറേ കയറാൻ പോണേലും ഒക്കെ ബോട്ടുണ്ട്. കാറൊക്കെ അന്ന് എങ്ങനെ വരുമായിരുന്നു അവിടെ? കാറ് ഞങ്ങൾ ആലപ്പുഴ വരെ അന്ന് ചെല്ലണമായിരുന്നു കാറേ കയറണമെങ്കിൽ. ആലപ്പുഴ വരെ കാറ് വരും? ആലപ്പുഴ വരും കാറ് വരും. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട്? അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ബോട്ടിലൊക്കെയാ പോന്നോണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ ചങ്ങനാശ്ശേരി റോഡ് വന്നേ പിന്നെ സൗകര്യമായി. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് വരും കാറ്, കാവാലത്ത് തന്നെയാണ്. അന്ന് അതൊന്നും ഇല്ലായിരുന്നു. അന്ന് വീട്ടിൽ പോകുന്ന. അപ്പൊ ഈ കാറെ കയറാൻ വേണ്ടി ആലപ്പുഴ വരെ പോകും? ആലപ്പുഴയിലേക്ക് ബോട്ടിൽ പോകുമായിരുന്നു. ബോട്ടുണ്ടായിരുന്നല്ല അന്നും. പിന്നീട് ഈ നെൽകൃഷിയൊക്കെ ഇത്രയും വ്യാപകമായി ചെയ്യുന്നു, അതെല്ലാം വിജയിച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്ത് ചില ഇടപെടലുകൾ, അതൊക്കെ നമുക്ക് പറയേണ്ട കാര്യങ്ങളില്ല. എങ്കിലും ഇതിൻ്റെ ഒരു അവസാന കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്, അതായത് ഔതച്ചായന്, ഈ കൃഷി ഇറക്കിയതിലും ഈ കാര്യങ്ങളിലും ഒക്കെ കുറേശ്ശെ വിഷമങ്ങൾ വന്നു. പിന്നീടുണ്ടായ ചില സംഭവങ്ങൾ, ആ കാര്യങ്ങളൊക്കെ അമ്മച്ചിക്ക് അറിയോ? അതെ, കുറച്ചൊക്കെ അറിയാം. എന്തായിരുന്നു? ഗവൺമെന്റ് ഈ പൈസ നെല്ലൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന, അന്നേരം അതിന്റെ പൈസ ഒക്കെ ആണെങ്കിലും വളരെ നാളുകൊണ്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അതിലൊക്കെ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു അച്ചായനൊക്കെ ആണെങ്കിൽ. അപ്പൊ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഒരു രീതി എങ്ങനെയായിരുന്നു? അന്നേരം വിഷമമായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് കെട്ടിടം ഒക്കെ ഉണ്ടാവും. ഇവിടുന്ന് അങ്ങ് പോകാനുള്ള കാര്യം? പോകാൻ സുഖമില്ലാതായപ്പോ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇവിടുന്ന് പോയി വരുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലേ? അവിടെയായിരുന്നു അമ്മച്ചിയും 2 പേരും കൂടെ പോകുമായിരുന്നു. അമ്മച്ചിക്ക് ഇപ്പൊ എത്ര? 98 വയസ്സോ? 96 കഴിഞ്ഞ്. ആണോ? എന്താണ് ഇതിന്റെ രഹസ്യം? അതെന്താന്ന് ദൈവത്തിന്റെ. അന്ന് കഴിച്ച ആഹാരത്തിന്റെ ആണോ? ആർക്കറിയാം. നമുക്കൊക്കെ അത്രയും വയസ്സ് വരെയൊക്കെ ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അറിയില്ല. അത് ദൈവം നിശ്ചയം, എനിക്കറിയാൻ പാടില്ല. അമ്മച്ചിക്ക് എത്ര പേരാ മക്കള്? ഞാൻ 14 പ്രസവിച്ചകളാ. 13 മക്കളെ വളർത്തി കല്യാണം. 7 പെണ്ണും 7 ആണും ഞാൻ പ്രസവിച്ചു. 7 പെണ്ണിനെ ആദ്യം തുടർച്ചയായിട്ട് 7 പെണ്ണ്, അത് കഴിഞ്ഞ് 7 ആണ് തുടർച്ചയായിട്ട്. അതിനിടയ്ക്ക് ആണും പെണ്ണും ഒന്നുമില്ല. ഈ 7 പെണ്ണിനെ പ്രസവിച്ച് വീട്ടിൽ കിടന്ന. അത് കഴിഞ്ഞ് 8ാമത്തെ പ്രസവത്തിന് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നെ ചെത്തിപ്പുഴ ആശുപത്രിയിലാക്കി. അവിടെ വെച്ചാണ് ഞാൻ. അപ്പോൾ അമ്മമാരപ്പോൾ കാവുകാട്ട് തിരുമേനി ആശുപത്രി വന്നപ്പോൾ ഞാനും കാണാൻ. അപ്പം ഞങ്ങളുടെ പള്ളി പെരുന്നാളിനൊക്കെ പിതാവിനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ പിള്ളേരുടെ അപ്പൻ എൻ്റെ ഭർത്താവ് ബോട്ട് ഓടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഞാനും മുട്ടുകുത്തി, കൈയെല്ലാം മുത്തി. അപ്പോൾ സിസ്റ്റേഴ്സ്, യൂറോപ്യൻ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ആശുപത്രിയായിരുന്നു, ഇപ്പോഴത്തെ ആശുപത്രിയല്ല, ഒരു ചെറിയ ആശുപത്രി. അപ്പോൾ സിസ്റ്റേഴ്സ് പിതാവിനോട് പറഞ്ഞു, 7 പെണ്ണിനെ പ്രസവിച്ച് കഴിഞ്ഞ് 8ാമത്തെ പ്രസവത്തിന് വന്നിരിക്കുക, ഒരാണിനെ വേണമെന്ന് ഞങ്ങൾക്കും ഒരാഗ്രഹമുണ്ട്, പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ പിതാവ് എൻ്റെ തലേ കൈവച്ച് പിതാവ് പറഞ്ഞു, ദൈവ തിരുമനസ്സിൽ ഇനി ആണുണ്ടാകട്ടെ. അടുപ്പിച്ച് 7 ആണിനെ. പിന്നീട് ഇങ്ങോട്ടെല്ലാം പിന്നെ 7 ആണിനെ. ആദ്യം 7 പെണ്ണിനെ അടുപ്പിച്ചു. വേറെ അതിനിടയ്ക്ക് ആരും ഉണ്ടായില്ല. 7 പെണ്ണ് കഴിഞ്ഞിട്ട് 7 ആണിനെ പ്രസവിച്ചു. 7ാമത്തെ ആണ് ഉണ്ടായി ഒരു 1.5 മണിക്കൂറേ കിടന്നുള്ളൂ, മരിച്ചുപോയി. അവന് വീട്ടു മാമോദീസയൊക്കെ കൊടുത്തു. പോട്ടെ, നമുക്ക് മറക്കാം. കാരണം 13 മക്കളെ തന്നിട്ടാണ് ഒരാളെ പെട്ടെന്ന് അങ്ങ് തിരിച്ചു വിളിച്ചത്. നമുക്കത് 7ാമത്തെ. പിന്നെയുള്ള അനിയന്മാര് എല്ലാവരും തന്നെ പോലെ അനിയനേ ഉള്ളു ഇപ്പം. ബാക്കി ഇളയ അനിയനെയൊക്കെ ഞാനാ വളർത്തിയത് പറഞ്ഞാല്. അവർക്കൊക്കെ എന്നെ അനിയൻ എന്ന് പറഞ്ഞ അമ്മച്ചിയുടെ സഹോദരങ്ങളോ? അല്ലല്ല, എന്റെ ഭർത്താവിന്റെ അനിയന്മാര്. അവരൊക്കെ അവരെല്ലാം കൊച്ചു കൊച്ചു മക്കളായിരുന്നു. 12 വയസ്സിന് ഇളയതായിരുന്നു നേരെ ഇളയ അനിയൻ.
ഓ, അമ്മച്ചി വരുമ്പോ ഞാൻ വരുമ്പോൾ 10 വയസ്സിനാ 12 വയസ്സിനാ. അത് കഴിഞ്ഞ് അതായത് അമ്മച്ചിയുടെ ഹസ്ബൻഡിന്റെ നേരെ ഇളയ അനിയന് 12 വയസ്സേ ഉള്ളൂ. ഓ, 10 വയസ്സോ 12 വയസ്സോ അത്രേ ഉള്ളൂ. ഇതിപ്പോ എത്രാമത്തെ മോൻ അമ്മച്ചി ഇപ്പൊ താമസിക്കുന്ന ഇവിടുത്തെ മോൻ? 4ാമത്തെ മോൻ. അദ്ദേഹത്തിന്റെ പേര് റോയ്. എന്ത് ചെയ്യുന്നു? അവനൊരു ബിസിനസ് ഇപ്പൊ ഇവിടെ. ഇപ്പം എൻ്റെ കൂടെ വേറൊരാൾ കൂടിയുണ്ട്. ഇത് അമ്മച്ചിയുടെ ഒരു മോനാണ്. റോയി എന്നാണ് പേര്. റോയി ചായൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. റോയി ചായൻ്റെ കൂടെയാണ് അമ്മച്ചി ഇപ്പോൾ ഉള്ളത്. അമ്മച്ചിയോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ റോയി ചായൻ ഇവിടെ നിന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമ്മുടെ കൂടെ വന്ന് കുറച്ച് സമയം ഇരുന്നിട്ട് നമുക്ക് മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ ഒന്ന് കാര്യം പറഞ്ഞ് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ റോയി ചായനും ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹമായിരിക്കും ഇനി നമ്മളോട് പറയുന്നത്. ഞാൻ പഴയ ചില കാര്യങ്ങളും കൂടി അമ്മച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കാവുന്ന ഉള്ള ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അമ്മച്ചിക്ക് ഇപ്പം ഇത്രയും പ്രായമായല്ലോ, അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വിട്ടു പോകുന്നുണ്ട്. എൻ്റെ മൂത്ത മകൾക്ക് ഇപ്പൊ 76 വയസ്സായി. മൂത്ത മകൾക്ക് 76 വയസ്സായി. എൻ്റെ 20ാമത്തെ വയസ്സിലുള്ളതാ അവള്. ഓ, അത് ശരി. നിങ്ങളൊക്കെ ഇപ്പോഴും അങ്ങോട്ട് ചെല്ലുമ്പോൾ മുരിക്കൻ്റെ കൊച്ചുമകൻ എന്നുള്ള ഇപ്പോഴും ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് കിട്ടാറുണ്ട് എവിടെ ചെന്നാലും. അത് നമുക്ക് ആ മുരിക്കൻ എന്നുള്ള പേര് എവിടെ ചെന്നാലും ഒരു കസാര ഉറപ്പാണ്. കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെ, വലിച്ചാതിനോ ഉണ്ട്. എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു? എനിക്ക് ഒരു 5-6 വയസ്സുള്ളപ്പോഴാണ് തോന്നുന്നു വലിച്ചാച്ചൻ മരിക്കുന്നു. ഈ ചരിത്രത്തിലൊക്കെ പറയുന്നത് പോലെ തന്നെ ആയിരുന്നു കാര്യങ്ങൾ. എല്ലാം അങ്ങനെയൊക്കെ തന്നെയായിരുന്നില്ല ചരിത്രം പുള്ളി. പിന്നീട് അത് എനിക്കറിയില്ല അതിന്റെ കൃത്യമായ കാര്യം. അവസാന കാലത്ത്, അതായത് ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇത് കുറെയൊക്കെ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് അത് മാനസികമായിട്ട് ഒരുപാട് ഗവൺമെന്റ് പുള്ളിക്ക് ഒരിക്കലും അത് എടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. എന്ന് വെച്ചാൽ ചിത്ര തിരുനാൾ അവർ പുള്ളിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അതല്ലേ അന്നത്തെ ഗൗരി അമ്മയൊക്കെ വന്ന് വീട്ടിൽ വന്ന് പുള്ളിയോട് പറഞ്ഞാൽ ഇത് എടുത്തുകൊണ്ട് പോവും, അത് പല പേരിലാക്ക്, പുള്ളിക്ക് വേണമെങ്കിൽ അത് ട്രസ്റ്റ് ആക്കായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ഉള്ള ആൾക്കാരില്ല അവരുടെയെങ്കിലുമൊക്കെ പേരില്ലാതാക്കിയിടായിരുന്നു, അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനി ആക്കിയിടാൻ. പുള്ളി അതൊന്നും ചെയ്തില്ല. അപ്പോഴും പുള്ളിയുടെ വിശ്വാസം കൊണ്ടുപോകത്തില്ല. എനിക്ക് രാജാക്കന്മാർ എഴുതി തന്നെന്നുള്ളൊരു ഇതിൽ പുള്ളി ആ ഒരു ഭാഷയെ പിടിച്ചിരുന്നതാണ്. അത് മുഴുവനും മൊത്തം കൊണ്ട് അല്ല, ഞങ്ങൾക്കെല്ലാം കുറേ 10-15 ഏക്കർ വെച്ചു. ബാക്കിയെല്ലാം മൊത്തം കൊണ്ട് മൊത്തം. അദ്ദേഹത്തിന് ഇവിടെ എന്തെങ്കിലും സ്മാരകമായിട്ട്? സ്മാരകമില്ല. സ്മാരകം സത്യം പറഞ്ഞ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഈ രാഷ്ട്രീയക്കാർ അവരെല്ലാം വേണം ഇത് പണിത്. ഇപ്പം ഞങ്ങൾ ആദ്യമേ ഒന്ന് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു സ്മാരകം, നമ്മുടെ വല്യപ്പൻ്റെ ഒരു സ്മാരകം ചിത്തരെ പണിയാനും അവിടെ ഒരു മ്യൂസിയം പോലെയൊക്കെ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ. പക്ഷേ അത് നമ്മൾ ചെയ്യുമ്പം നമ്മുടെ മനുഷ്യൻ മുഖം ഇവന്മാരുടെ പൈസ ഉണ്ട്, അഹങ്കാരത്തിൻ്റെ പുറത്ത് അവർക്ക് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു. നമ്മളതുകൊണ്ട് അങ്ങനത്തെ നമ്മൾ അതുകൊണ്ടാണ്. പക്ഷെ അത് ചെയ്യേണ്ടല്ലോ, നമ്മളല്ല ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യേണ്ട വ്യക്തികളെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരായിട്ടുള്ളവരും അല്ലെങ്കിൽ അതിനുള്ള ആൾക്കാർ, അവരാണ് ചെയ്ത് തരേണ്ട. പുള്ളിയുടെ അതൊരു ഇതിപ്പം നമ്മുടെ അടുത്ത് തന്നെ പലരും വന്ന് ഇത് പുള്ളിയെക്കുറിച്ച് പുറത്തെങ്ങാനുമായിരുന്നെങ്കിൽ പുള്ളിയുടെ ഒരു 100 പ്രതിമകളും പുള്ളിയെക്കുറിച്ചൊരു 100 ലേഖനങ്ങളും പിന്നെ ഒക്കെ വന്ന് തന്നെ നമ്മുടെ ഇവിടെ ആയിട്ടാണ് ഇതൊക്കെ. അല്ല, അത് തന്നെ ആയിരുന്നു വെച്ചാൽ സത്യം പറഞ്ഞാൽ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം. ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ ചരിത്രം അറിയുന്നത് തന്നെ, മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ യാദൃശ്യമായിട്ട് ആലപ്പുഴ വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. കുട്ടനാടിനെ കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ വായിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മഹത് വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നെന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാനത് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞപ്പോൾ വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിലുപരി ഞാൻ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി വന്നപ്പോൾ അദ്ദേഹത്തിനോട് കാണിച്ച ഒരു അവഗണന, അതല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യം. ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ അവിടെ ചില ബിൽഡിംഗ് ഒക്കെ ഏതാണ്ട് നശിക്കാറായ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും കാരണം, ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമല്ലേ. അതിലുപരി പണ്ട് എനിക്കൊന്നൊരു 7 വർഷം ഞാൻ ഓർക്കുന്നില്ല, സ്കൂളിൽ പഠിക്കാനൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നു മുരിക്കിനെ കുറിച്ച്. അതുവരെ അവർ മാറ്റിക്കളഞ്ഞു, ബുക്ക് വരെ അങ്ങനെ പാഠപുസ്തകം. ഏതായാലും 7 പഠിക്കുന്ന പിള്ളേർക്കാർക്ക് ഉണ്ടായിരുന്നു. ഓ, അതിന്റെ ബുക്കുകൾ എന്നെ കാണിച്ചു തരുന്നത് അതൊക്കെ അവരെന്ന് വെച്ചാൽ എങ്ങനെ രീതിയിൽ മുരിക്കിനെ കാണിക്കാമോ ആ രീതിയിൽ അവർ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പം നെഹ്റു ട്രോഫി ശരിക്കും പറഞ്ഞാൽ നെഹ്റു ട്രോഫി ഇവിടെ വന്നത് മുരിക്കൻ്റെ കായൽ കാണാൻ നെഹ്റു വന്നുകൊണ്ടാണ് നെഹ്റു ഇവിടെ വന്നത്. പക്ഷെ ആ ഒരു ഹിസ്റ്ററി ഒരു കാലത്ത് ആരും പറയുന്നില്ല.
എപ്പോഴെങ്കിലും അതാണ് അതിന്റെ വാസ്തവം. എവിടെ കാണാൻ വേണ്ടി പുള്ളി വന്നുകൊണ്ടാണ് നെഹ്റു ട്രോഫി, നെഹ്റു ഈ വള്ളത്തെ ചുണ്ടമ്പലത്തെ കയറുന്നതും ഈ അന്ന് നടത്തുന്നതും ഒക്കെ. അപ്പം ആരെങ്കിലും പറയുന്നുണ്ടോ നെഹ്റു എന്തിനും ഇവിടെ വന്നെന്ന് ഈ ഈ വള്ളംകളി നടക്കുമ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. യാഥാർത്ഥ്യതാന്ന് വെച്ചാൽ പുള്ളി മുരിക്കൻ ഉണ്ടാക്കിയ റാണി ചിത്തിര മാർത്തണ്ഡ കായൽ കാണാൻ വന്നപ്പോഴത്തേക്ക് പുള്ളിയെ ആഘോഷമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചുണ്ടമ്പലത്തെ കയറി. അതാണ് ശരിക്കുള്ളത്. പക്ഷെ നെഹ്റു ഒക്കെ വന്നിട്ടുണ്ട് അവിടെ ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ. അത് വീട്ടിൽ വന്നിട്ടുണ്ട്. തറവാട്ടില്ലേ. പുള്ളിയുടെ ഇങ്ങനൊരു അവഗണന വരാനുള്ള കാര്യം എന്താണ് അതിനകത്ത്? ഇതെല്ലാം പൊളിറ്റിക്സ്, അത്രേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. അല്ലാണ്ട് വേറെ എന്ത് പറയാനായാലും ഇതുപോലെ ഒരു ചിലടത്തൊക്കെ പറയുന്ന ഒരു കാര്യം കൂലി കുറച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പലതും കൂലി കുറച്ച് കൊടുത്തു. അമ്മച്ചിയോട് ചോദിക്കുക, അമ്മച്ചി എന്നോട് പറഞ്ഞിരിക്കുന്ന പണ്ട് കൂലി കൂട്ടി തരണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ടി വി തോമസും അവിടെ വന്ന് സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കുടുംബത്താ, ഞങ്ങൾ മാറി താമസിച്ചിട്ടില്ല അന്നേരം വർഗീസ് വൈദ്യനൊക്കെ. അപ്പോൾ ഇവരുടെ അപ്പനായിരുന്നു കായലിൽ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നതേ. അന്നേരം വന്നപ്പോഴത്തേക്കും കൂലി ന്യായമായിട്ടുള്ള കൂലി വരാമെന്ന് പറഞ്ഞു. അന്നേരം വർഗീസ് വൈദ്യനും ഈ ടി വി തോമസും കൂടെ വഴക്കുണ്ടാക്കി കൂലിക്കാരെ എല്ലാവരെയും വിളിച്ച് അവരുടെ ഭാഗത്ത് നിർത്തി. ഒട്ടും ഞങ്ങളുടെ വാതിൽക്ക് 2-3 വള്ളം നിറച്ച് സമരമൊക്കെ ആയിരുന്നു. 2 ആഴ്ചയോളം. പിന്നെ അച്ചായന് സുഖമില്ലാതെ അന്നേരം അച്ചായൻ കന്യാകുമാരിയിലെങ്ങാണ്ട ചികിത്സയ്ക്ക് പോയിരിക്കുകയായിരുന്നു. മകൻ മാത്രമേ ഉള്ളായിരുന്നു. പെങ്ങളുടെ മകനും ചായൻ്റെ പെങ്ങളുടെ മകനും വന്നു. എന്നിട്ട് അവരെല്ലാവരും കൂടെ പറഞ്ഞിട്ട് ഇവർ വലിയ സമരമൊക്കെ വെച്ചു. പിന്നെ അച്ചായൻ വന്നു കഴിഞ്ഞ് മക്കൾ അച്ചായനെ അങ്ങോട്ട് കടത്തിയില്ല. അപ്പോൾ അച്ചായൻ വല്ല തൂക്കയുടെ കൂടിയെങ്കിലും. പിന്നെ ഇവരെല്ലാവരും കൂടെ പറഞ്ഞ് സമാധാനമാക്കി തിരിച്ചു വിട്ടു എല്ലാവരും. പിന്നീട് ഇങ്ങനെ ഒരു ആവശ്യവും ആയിട്ട് ആരും വന്നിട്ടില്ല. അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചരിത്ര സ്മാരകം വെക്കണം, അല്ലാതെ ഒരു ആദരിക്കൽ പോലും ഒന്നുമില്ല. അങ്ങനെ എൻ്റെ അറിവിലില്ല. എനിക്കിപ്പം 6 വയസ്സാണ്. എൻ്റെ അറിവിൽ എല്ലാവരും വന്ന് ഇങ്ങനെയൊക്കെ പറച്ചിലും പറയുന്നൊക്കെ അല്ലാണ്ട് ഇതുവരെയായിട്ട് ഒരു ആൾക്കാരും വന്ന് അങ്ങനെ ചെയ്തിട്ടില്ല.